ഹായ് മക്കളെ, അനുമോ സാറാണ്. SLC ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന മുഴുവൻ കൺസ്ട്രക്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഏകദേശം 6 കൺസ്ട്രക്ഷൻ ആണ് നമുക്ക് 2 ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. ആ 6 കൺസ്ട്രക്ഷനും ചെറിയൊരു സമയത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, അപ്പൊ മക്കളെ 6 കൺസ്ട്രക്ഷനും നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ടാൻജന്റ് ടു ഇറ്റ്. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് വൃത്തത്തിന് തൊടുവര വരയ്ക്കുക എന്നതാണ് സംഭവം. അതായത് നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തൊടുവര പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ സ്കെയിലിൽ 3 സെന്റിമീറ്റർ എടുക്കുക. സ്കെയിലിൽ 3 സെന്റിമീറ്റർ എടുത്ത് അത് കോമ്പസിലേക്ക് എടുക്കുക. കോമ്പസിൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 സെന്റിമീറ്ററുള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. 3 സെന്റിമീറ്ററുള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന്, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ 3 സെന്റിമീറ്റർ ആരമാണെങ്കിൽ 6 സെന്റിമീറ്റർ വരയ്ക്കുക. 3 സെന്റിമീറ്റർ ആരമാണെങ്കിൽ എത്ര സെന്റിമീറ്റർ വരയ്ക്കുക? 6 സെന്റിമീറ്റർ നമ്മൾ പുറത്തോട്ട് വരയ്ക്കുക. എത്രയാണോ ആരം, എത്രയാണോ റേഡിയസ്, ആ അളവിന്റെ ഇരട്ടി നമ്മൾ പുറത്തോട്ട് വരയ്ക്കുക. എന്തിനാണ് നമ്മൾ ഇരട്ടി പുറത്തോട്ട് വരയ്ക്കുന്നത്? വരച്ചു കഴിഞ്ഞിട്ടടാ നമ്മളതിന്റെ എന്തെടുക്കുക? നമ്മളതിന്റെ ലംബ സമഭാജി വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ വരയുടെ, നമ്മളിപ്പം വരച്ച വരയുടെ പകുതിയിൽ കൂടുതൽ എടുക്കുക. വരച്ച വരയുടെ എന്തെടുക്കുക? വരച്ച വരയുടെ പകുതിയിൽ കൂടുതൽ എടുക്കുക. പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് ഇങ്ങോട്ടേക്കും താഴെ ഒരു ആർക്ക് ഇടുക. ചാപം വരയ്ക്കുക 2 സൈഡും. അതേപോലെ ഇപ്പുറത്തെ എൻഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ചാപം വരയ്ക്കുക. ചാപം വരച്ചു കഴിഞ്ഞിട്ട് അതിനെന്ത് വരയ്ക്കുക? നമ്മൾ അതിന് കൃത്യമായിട്ട് എന്ത് വരയ്ക്കുക? ലംബ സമവാജി വരയ്ക്കുക. കൃത്യമായിട്ട് ലംബ സമവാജി വരയ്ക്കുക. വരയ്ക്കുന്ന ലംബ സമവാജി എന്തായിരിക്കണം? ലംബ സമവാജി വരയ്ക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അങ്ങനെ വരയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് ടാൻജന്റ് ആയിട്ട് മാറും, കൃത്യമായിട്ട് തൊടുവരയായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം ചോദിക്കുക. ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി വിത്ത് ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. ആരം 2.5 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. കോണുകൾ 40, 60, 80 വശങ്ങൾ വൃത്തത്തെ തൊടുന്നതുമായ ഒരു ത്രികോണം വരയ്ക്കുക. വശങ്ങൾ വൃത്തത്തെ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ തൊടുവരകളായിരിക്കണം. ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ദ എന്താണ്? ടാൻജന്റ് ഓഫ് ദ സർക്കിൾ. അങ്ങനെയായിട്ട് മാറണം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരയ്ക്കണം. ഏത് സർക്കിളടാ? നമ്മൾ 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ആരമുള്ള വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചു കഴിഞ്ഞിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ തന്നിട്ടുള്ള പോയിന്റുകൾ 40, 60, 80 അല്ലേ? 40, 60, 80 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് കേന്ദ്ര കോണുകൾ, സെൻട്രൽ ആംഗിളുകൾ നമ്മൾ വരയ്ക്കേണ്ടത് 180 മൈനസ് ആംഗിളാണ്. 180 മൈനസ് ആംഗിളാണ്. അപ്പോൾ ഒരാംഗിൾ വരിക 180 40 കുറച്ചാൽ 140 കിട്ടും. 180 60 കുറച്ചാൽ 120 കിട്ടും. 180 80 കുറച്ചാൽ 100 കിട്ടും. ഈ ആംഗിളുകൾ നമ്മൾ എവിടെ വരയ്ക്കണം? പ്രൊട്രാക്ടർ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ റേഡിയസ് വരയ്ക്കുക. റേഡിയസ് വരച്ചതിന് ശേഷം, ആരം വരച്ചതിന് ശേഷം പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ 100 ഡിഗ്രി എന്നുള്ളത് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് 100 ഡിഗ്രി കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുക? അതിനുശേഷം വീണ്ടും നമ്മൾ 120 ഡിഗ്രി വരയ്ക്കുക. 120 ഡിഗ്രി വരയ്ക്കുക. ഓക്കെ, 120 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ അതും അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. 140 ഡിഗ്രി. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ ആണ്, ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതിനുശേഷം നമുക്ക് ആ ത്രികോണം വരയ്ക്കണം.
ത്രികോണം വരയ്ക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വരച്ച ഈ 3 പോയിന്റുകളില്ലേ, 3 വരകളില്ലേ ഇപ്പം വരച്ച, ആ 3 വരകൾക്കും എന്ത് വരയ്ക്കടാ, 3 വരകൾക്കും തൊടുവര വരയ്ക്കുക, അതിലൂടെ തൊടുവര വരയ്ക്കുക. ആ തൊടുവരകൾ കൂട്ടിമുട്ടുന്നതാണ് എന്ത്, ആ തൊടുവരകൾ. അതായത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തൊടുവര വരയ്ക്കുക, വരയ്ക്കുന്ന തൊടുവര ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ തൊടുവര വരയ്ക്കുക. ഇങ്ങനെ 3 സൈഡിനും എന്ത് വരയ്ക്കുക, തൊടുവര വരയ്ക്കുക. തൊടുവര വരച്ചു കഴിഞ്ഞാൽ അതെന്താവും, 3 സൈഡിനും തൊടുവര വരയ്ക്കുക. അത് കൂട്ടിമുട്ടിക്കണേ. 3 വരയ്ക്കുക. 2 ഞാൻ വരച്ചല്ലോ, 2 വരച്ചതുപോലെ തന്നെ 3 വരയ്ക്കുക. 3 തൊടുവര എങ്ങനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തൊടുവരയും വരയ്ക്കുക. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെയാണുള്ളത്. ഇതെന്ത് ചെയ്യണം നമ്മൾ, ഇത് നമ്മൾ കൂട്ടി വരയ്ക്കണം. എങ്ങനെയാണ് കൂട്ടി വരയ്ക്കുക, എങ്ങനെയാണോ കൂട്ടി വരയ്ക്കുക, ഇത് ലേശം നീട്ടുക, അതങ്ങനെ തന്നെ ഇത് ഇവിടെ നീട്ടുക. ഇതിവിടെ ഈ വര ഇങ്ങനെ നീട്ടിയാൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. 120 ആണെങ്കിൽ 60 ആയിരിക്കും. 100 ആണെങ്കിൽ എത്രയായിരിക്കും, 100 ആണെങ്കിൽ എത്രയായിരിക്കും, 80 ആയിരിക്കും. 140 ആണെങ്കിൽ എത്രയായിരിക്കും, 40 ആയിരിക്കും. 140 ആണെങ്കിൽ എന്തായിരിക്കും, 40 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടുകടാ, നമ്മുടെ ആൻസർ കിട്ടും. ഇവിടെ നോക്കി, ത്രികോണത്തിന്റെ വശങ്ങൾ വൃത്തത്തിന്റെ എന്താണ്, തൊടുവരയാണ്. അതേപോലെ തന്നെ ഈ ഓരോന്നിനും ഇത് ആംഗിൾ തമ്മിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 60 120 കൂട്ടിയാൽ 180 ആയിരിക്കും. ആ രീതിക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയാണ് തൊടുവര വരയ്ക്കുക? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരം 2.5 എന്നുള്ളത് 5 വരച്ചിട്ട് കട്ട് ചെയ്ത് വരയ്ക്കാം. അല്ലെങ്കിൽ ഇവിടെ 90 ഡിഗ്രി വെച്ച് വരച്ചാൽ മതി. എത്ര, 90 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് എന്ത് വരച്ചാൽ മതി, ടാൻജന്റ് വരച്ചാൽ മതി. ഓക്കെ ആണോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞാൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണടാ. 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കും. 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കും. എന്താണ് ക്വസ്റ്റ്യൻ? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ടാൻജൻസ് ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ വിച്ച് ഈസ് 7 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ. അതായത് ഒരു സർക്കിൾ വരച്ചിട്ട്, വൃത്തം വരച്ചിട്ട്, വൃത്തത്തിന്റെ ആരം എത്രയാണ്, 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് നമ്മൾ കണ്ടത്. അവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് വരയ്ക്കണം, തൊടുവര വരയ്ക്കണം, ടാൻജന്റ് വരയ്ക്കണം. ഉറപ്പാണേ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിക്കോ, എങ്ങനെയാ ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചു കഴിഞ്ഞിട്ട് സർക്കിളിന്റെ റേഡിയസ് 3 ആണല്ലോ, 3 ആണ്. പക്ഷേ നമ്മൾ എത്ര വരയ്ക്കുന്നു, 7 സെന്റിമീറ്റർ വരയ്ക്കുന്നു. 7 സെന്റിമീറ്ററുള്ള ഒരു വര വരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ വരയ്ക്ക് ലംബസമവാചി വരയ്ക്കുന്നു. ഈ വരയ്ക്ക് എന്ത് വരയ്ക്കുന്നു, ലംബസമവാചി വരയ്ക്കുന്നു. ലംബസമവാചി എങ്ങനെയായിരുന്നു വരയ്ക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുക, ഈ പോയിന്റിൽ നിന്ന് കോമ്പസിൽ പകുതി കൂടുതൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്കിടുന്നു, അങ്ങനെ തന്നെ താഴെ ആർക്കിടുന്നു. അതേപോലെ ഇപ്പുറത്തെ എൻഡിലുള്ള പോയിന്റിൽ നമ്മൾ കോമ്പസ് വെക്കുന്നു, നേരത്തെ വെച്ചതിൻ്റെ തന്നെ പകുതി കൂടുതൽ എടുക്കുന്നു, ആർക്ക് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 പോയിന്റുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുന്നു. ഓക്കെ, ഈ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായി, ആ വരയുടെ എന്ത് കിട്ടി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി, ലംബസമവാചി കിട്ടി. അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോയിന്റിൽ വെച്ചിട്ട് കോമ്പസ് ഇവിടെ വെക്കുക. കോമ്പസ് ഈ പോയിന്റിൽ വെച്ചിട്ട് ഈ വൃത്തകേന്ദ്രം വരെയുള്ള, സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കാം. എന്നിട്ട് കോമ്പസ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് അത് സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ഇങ്ങനെയായിരിക്കും സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്. ചിലർ മുഴുവനായിട്ട് സർക്കിൾ വരയ്ക്കാൻ പറയും, അതിന്റെ ആവശ്യമില്ല. ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി, ഇവിടെ എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ കട്ട് ചെയ്യുന്ന പോയിന്റ് മാത്രം കിട്ടിയാൽ മതി. എന്നിട്ടാ എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുക. എന്ത് വരയ്ക്കുക, തൊടുവര വരയ്ക്കുക 1. അതേപോലെ ഇവിടുന്നും വരയ്ക്കുക. ഇങ്ങനെ 2 തൊടുവര വരയ്ക്കുക. ഓക്കെ, 2 തൊടുവര വരയ്ക്കുന്നതാണ്
ആൻസർ. 2 തൊടുവര വരച്ചു കഴിഞ്ഞാൽ അത് ആൻസറായി. ചിലപ്പോൾ ഈ തൊടുവരയുടെ നീളം അളന്നെഴുതാൻ ചോദിക്കും. ചിലപ്പോൾ തൊടുവരയുടെ നീളം എന്ത് ചെയ്യാൻ അളന്നെഴുതാൻ ചോദിക്കും. ഓക്കെ, 4 മാർക്കിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം, അടുത്തതും പ്രധാനപ്പെട്ട ചോദ്യം. എത്ര മാർക്ക്? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, എന്തായാലും പരീക്ഷയ്ക്ക് വരും. എന്താണ് ആ ചോദ്യം? ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 987 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. 987 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു ത്രികോണം വരച്ച് അതിനെന്ത് വരയ്ക്കണം? അന്തർവൃത്തം വരയ്ക്കുക. എന്ത് വരയ്ക്കുക? അതിന് അന്തർവൃത്തം വരയ്ക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ആ ത്രികോണം വരയ്ക്കുക. ത്രികോണം എങ്ങനെ വരയ്ക്കുക? ആദ്യം നമ്മൾ 9 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. 9 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ഈ 9 സെന്റിമീറ്ററിൽ നിന്ന് കോമ്പസ് എടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട്, ഇപ്പുറത്തെ പോയിന്റിൽ വെച്ചിട്ട് 8 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് ഇടുക. ഇനി ഈ പോയിന്റിൽ വെച്ചിട്ട് 7 സെന്റിമീറ്റർ ഒരു ആർക്ക് ഇടുക. അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഇങ്ങോട്ടേക്കും ഇത് ഇത് ഇങ്ങോട്ടേക്കും യോജിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ട്രയാങ്കിളായി, ത്രികോണായി. അതായത് ത്രികോണം എങ്ങനെയാ? ഈ വശം 9 ആണ്, ഈ വശം 8 ആണ്, ഈ വശം 7 ആണ്. അടുത്തതാണ് ക്രൂഷ്യൽ പരിപാടി. ക്രൂഷ്യൽ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. എന്ത് ചെയ്യാം? നമ്മൾ ഒരു ആംഗിളിന്, ഇതിൻ്റെ അകത്തുള്ള ഈ 3 ആംഗിളുകളിൽ 2 ആംഗിളിന് നമ്മൾ എന്ത് ചെയ്യുക? കോൺ എന്ത് വരയ്ക്കുക? കോൺ ബൈസെക്ടർ വരയ്ക്കാം. കോൺ സമവാചി, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാം. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നോക്കിക്കോളെ. ഇപ്പൊ ഞാൻ ഈൻ്റെതാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ പോയിന്റ് നിന്ന് കൃത്യം കോമ്പസിൽ ഒരു അളവെടുത്തിട്ട് ഇവിടെയും നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പോയിന്റുകളിൽ ഈ പോയിന്റിലും വെച്ച് നേരെ മുന്നോട്ടായിട്ട് നമ്മൾ അടുത്ത ബൈസെക്ടർ വരയ്ക്കുന്നു. അതായത് അങ്ങനെ തന്നെ ആർക്ക് വരയ്ക്കാം. ആർക്ക് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റിൽ നിന്ന് ആർക്കിലേക്ക് ലൈന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കിട്ടി. ഇതേപോലെ എവിടെയും വരയ്ക്കുക. രണ്ടാമത്തെ വരയ്ക്കുക. ഇവിടെയും കട്ട് ചെയ്യുക. അവിടെ നടന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് യോജിപ്പിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ 2 ആംഗിൾ ബൈസെക്ടറുകളും 2 കോൺ സമവാചികളും ഒരേ ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന അന്തർവൃത്തത്തിന്റെ കേന്ദ്രം. ഇൻ സെന്റർ എന്ന് പറയും. ഇൻ സെന്റർ, അന്തർവൃത്ത കേന്ദ്രം ഇൻ സെന്റർ. ഇവിടെ നമുക്ക് ഇൻ റേഡിയസ് കിട്ടണം. ഇൻ റേഡിയസ് എങ്ങനെയാ കിട്ടുക എന്ന് നോക്കിയോ. കോമ്പസ് എടുക്കുക മക്കളെ. കോമ്പസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ പോയിന്റിലെ ആ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് ഇങ്ങനെ സാധനം വരയ്ക്കുക. അതിങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ 2 പോയിന്റ്, ഈ 2 എൻഡിൽ തുല്യ അളവിൽ വീണ്ടും ആർക്ക് വരയ്ക്കുക. ചാപം വരച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഇവിടത്തേക്കുള്ള സ്കെയിൽ വെക്കുക. എന്നിട്ട് ആ ദൂരം ഇങ്ങനെ അടയാളപ്പെടുത്തുക. ആ ദൂരം അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇതാണ് റേഡിയസ്. ഈ ഡിസ്റ്റൻസ് ആണെന്ത്? റേഡിയസ്, ആരം, അന്തർവൃത്ത ആരം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സർക്കിൾ വരയ്ക്കുക. ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിള് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഈ 3 പോയിന്റിലൂടെ ഇങ്ങനെ വൃത്തത്തിനുള്ളിൽ കൃത്യമായിട്ട് ഇങ്ങനെ ചേർന്ന് നോക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അന്തർവൃത്തം എന്ന് പറയുക. ഷുവറാണ്, 5 മാർക്കിന് ചോദിക്കും. ഇതാണ് റേഡിയസ്. കോമ്പസിൽ നമ്മൾ ഈ റേഡിയസ് എടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സർക്കിൾ വരയ്ക്കേണ്ടത്. ഈ റേഡിയസ് എടുത്തിട്ടാണ് സർക്കിൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? ഈ 4 ചോദ്യങ്ങളാണ് ഏത് ചാപ്റ്ററിൽ നിന്ന്? ടാൻജന്റ്, തൊടുവര എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ടാൻജന്റ്, തൊടുവരയിൽ നിന്ന് പഠിക്കാനുള്ള 4 ചിത്രങ്ങൾ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള 2 ചിത്രങ്ങൾ എവിടെ നിന്നുണ്ട്? സർക്കിൾ ആൻഡ് ലൈൻസ്, വൃത്തവും വരകളും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് 2 ചിത്രം വരയ്ക്കാനുണ്ട്. അതിലേക്ക് പോവാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ. 15 ചതുര സെന്റിമീറ്റർ വലുപ്പമുള്ള സമചതുരം വരയ്ക്കുക. അങ്ങനെയാണ്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ. 15 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. എങ്ങനെയാ സമചതുരം വരയ്ക്കുക? എടാ, ഇത് എങ്ങനെയാണ് ശരിക്കും ചോദ്യം വരിക എന്ന് പറഞ്ഞാൽ 2-3 തരത്തിൽ ചോദ്യം വരും. അതായത് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇത് വരയ്ക്കുന്ന പറയാം, എന്നിട്ട് ഇതേ സാധനം പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ, 15 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
15 പരപ്പളവെങ്കിൽ, സ്ക്വയറിന്റെ പരപ്പളവ് 15 ആണെങ്കിൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 15. സ്ക്വയറിന്റെ ഒരു വശം എ ആണെങ്കിൽ എ സ്ക്വയർ അല്ലേ 15. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, √15 ആവാം. √15 എന്ന് പറയുന്ന വശത്തിന്റെ അളവ് നിങ്ങൾക്ക് കോമ്പസ് കിട്ടുമോ, സോറി സ്കെയിലിൽ കിട്ടുമോ, എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ലാലോ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നോക്കിക്കോളെ, ഈ 15 കിട്ടുന്ന ഏതെങ്കിലും റെക്റ്റാങ്കിൾ ഉണ്ടോ നോക്കുക, ചതുരമുണ്ടോ നോക്കുക. 15 കിട്ടുന്ന ഏതെങ്കിലും ചതുരമുണ്ടോ നോക്കുക. അപ്പൊ ആ ചതുരം നമ്മൾ വരയ്ക്കും. 15 കിട്ടണേ 5, 3 ചതുരം വരച്ചാൽ പോരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 5, 3 ഒരു ചതുരം വരയ്ക്കുന്നു. 5, 3 ഒരു ചതുരം വരയ്ക്കുന്നു. 5, 3 ഒരു ചതുരം വരയ്ക്കുന്നു. ഓക്കെ, 5, 3 ഒരു ചതുരം വരച്ചു. ഓക്കെ ഓക്കെ. എന്താ ഇനി അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലേശം നീട്ടുക. ആ നീട്ടുന്ന അളവ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഇവിടെ 5, ഇത് 3 ആണെങ്കിൽ ആ 3 ആണ് നമ്മൾ ഇങ്ങോട്ട് നീട്ടേണ്ടത്. 3 നീട്ടുക. 3 നീട്ടിയോ? 3 നീട്ടിയോ? 3 നീട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 5, 3 8 ആയില്ലേ? ആ 8ന്റെ എന്തെടുക്കുക, മിഡ് പോയിന്റ് എടുക്കുക. മിഡ് പോയിന്റ് എടുക്കാൻ ശരിക്കും നമ്മൾ ലംബസമാജി വരക്കണം, പക്ഷെ 8ന്റെ കേസിൽ വേണ്ട. എന്താ, 4 മതി. 4 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളാണ് ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇതിപ്പോ 4, അതായത് ഈ വരയുടെ സെന്റർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വരയുടെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അതിന് എന്ത് വരയ്ക്കുക, സെമി സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അർദ്ധവൃത്തം വരയ്ക്കുക, സെമി സർക്കിൾ വരയ്ക്കുക. ഇത് വെച്ചിട്ട് ഈ അകലം വെച്ചിട്ട്, അപ്പോൾ ഇതിങ്ങനെ പോകും, ഇങ്ങനെ കിട്ടും. ഓക്കെ, അർദ്ധവൃത്തം വരയ്ക്കുക. അർദ്ധവൃത്തം വരച്ച് കഴിഞ്ഞിട്ട് നോക്കിയോ, ഇതിവിടെ കൂട്ടിമുട്ടിക്കുക. ഈ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ ഈ അളവ് എത്രയായിരിക്കണം? 5 × 3 15, √15 സെന്റിമീറ്റർ ആയിരിക്കും. ഈ അളവ് എത്രയായിരിക്കും? √15 സെന്റിമീറ്റർ ആയിരിക്കും. √15 സിമ്പിളാണ്, സിമ്പിൾ ഐഡിയ ആണ് √15. ഇനി ആ അളവ് വെച്ചിട്ട് നമ്മൾ എന്ത് വരച്ചാൽ മതി? സ്ക്വയർ വരച്ചാൽ മതി. എങ്ങനെ വരയ്ക്കുക നോക്കിക്കോ. ആ അളവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അളവ് √15 എന്ന് പറയുന്ന ഈ അളവ് നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട്, ഏത് പോയിന്റ്? താഴത്തെ ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ അളവ് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഓർക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നീട്ടി വരയ്ക്കണം. അതെങ്ങനെ നീട്ടി വരയ്ക്കും? ഇവിടെ എങ്ങനെ യോജിപ്പിക്കും, നീട്ടി വരച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 സൈഡ് കിട്ടി. 2 സൈഡും എന്താ? 2 സൈഡും ഒരേ വശമായി, √15. ഇനി നമുക്ക് മുകളിലും ഇവിടെയും വരണ്ടേ? അതിന് വീണ്ടും കോമ്പസിൽ നമ്മൾ ഈ അളവ് എടുക്കുക. കോമ്പസിൽ അളവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോയിന്റ് നേരെ ഇങ്ങോട്ട് ഒരാർക്കിടും. അതേപോലെ നേരത്തെ താഴത്തെ പോയിന്റ് നേരെ ഇങ്ങോട്ട് ഒരാർക്കിടും. ആർക്കിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കുക, യോജിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ക്വയർ, ഈ സ്ക്വയർ എന്താണ്? വരച്ച ഈ സ്ക്വയർ, ഇതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? 15 ആയിരിക്കും. പരപ്പളവ് എത്രയായിരിക്കും? 15 ആയിരിക്കും. സിമ്പിളാണ് ഐഡിയ. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി ഇതേ ക്വസ്റ്റ്യൻ മാറ്റി വേറെ രീതിക്ക് ചോദിക്കാം. നിങ്ങളോട് ചോദിക്കുന്നു മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു, √15 സെന്റിമീറ്റർ ഉള്ള വശമുള്ള ഒരു സമചതുരം വരയ്ക്കാൻ പറയുന്നു. √15 സെന്റിമീറ്റർ ഒരു വശമുള്ള ഒരു സമചതുരം വരയ്ക്കാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് വരയ്ക്കേണ്ടത്. ബുദ്ധിമുട്ടില്ലാലോ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, draw a rectangle of sides 4 cm and 6 cm. Draw a rectangle of same area with one side 7 cm. 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു ചതുരം വരയ്ക്കുക. തുല്യ പരപ്പളവും ഒരു വശം 7 സെന്റിമീറ്റർ ആയ മറ്റൊരു ചതുരം നിർമ്മിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെയാ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. നമ്മൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിളിന്റെ സൈഡ് എന്താണ്? 6ഉം 4ഉമാണ്. റെക്റ്റാങ്കിളിന്റെ സൈഡ് എന്താണ്? 6ഉം 4ഉം. ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റെക്റ്റാങ്കിളിന്റെ കേസിൽ ഇവിടെ ഇങ്ങനെ 4 കൂട്ടി വരയ്ക്കും. 4 കൂട്ടി അവിടെ വരയ്ക്കുക. അതേപോലെ തന്നെ വേണ്ട 7 നമ്മൾ നേരെ താഴോട്ട് വരയ്ക്കും. ഓക്കെ, അപ്പോൾ എന്തായിടാ, ഇവിടെ 4ഉം വന്നു, ഇവിടെ 7ഉം വന്നു. ഇത്രയും പ്രശ്നമില്ലല്ലോ.
അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങോട്ടും ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ടും വരയ്ക്കും. ചെയ്യുന്ന പരിപാടിയാണ്. ആദ്യം നമ്മൾ എന്ത് വരച്ചു? റെക്റ്റാങ്കിൾ വരച്ചു, നമ്മൾ ചതുരം വരച്ചു, 6x4 ചതുരം വരച്ചു. 6x4 ചതുരം വരച്ചിട്ട് അവിടെ നിന്ന് 4 നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചു. 4 എന്ന് പറയുന്നത് അതിന്റെ വീതിയാണ്. ആ വീതി നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചു. വീതി നീട്ടി വരച്ചിട്ട് ആ 7 വേണ്ട ഒരു 7 ആ 7 കൂടി നമ്മൾ താഴോട്ട് വരച്ചു. 7 താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഫോം ചെയ്തില്ലേ? ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തില്ലേ? ഒരു ത്രികോണം ഫോം ചെയ്തില്ലേ? ആ ത്രികോണത്തിന്റെ ഈ 2 വശങ്ങളുടെ, ഞാനിപ്പോൾ കറുപ്പിൽ അടയാളപ്പെടുത്തി ആ 2 വശങ്ങളുടെ ലംബ സമവാചി വരയ്ക്കാം. എന്ത് ലംബ സമവാചി? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എങ്ങനെയാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാ വരയ്ക്കുക? നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പകുതി കൂടുതൽ എടുത്ത് രണ്ടിടത്തുനിന്നും ഈ പോയിന്റ് നിന്ന് പകുതി കൂടുതൽ എടുക്കുക, ഇപ്പുറത്തെ പോയിന്റ് താഴത്തെ പോയിന്റ് നിന്ന് പകുതി കൂടുതൽ എടുത്ത് ആർക്ക് വരയ്ക്കുക? ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കേസ്. അതേപോലെ രണ്ടാമത്തെ കേസിലും ഇങ്ങനെ തന്നെ പകുതി കൂടുതൽ എടുക്കുക, ജോയിൻ ചെയ്യാം. ഈ 2 വരേന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പോയിന്റിലെ ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ്, അതാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ കേന്ദ്രം. വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ കേന്ദ്രം. അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കും. വൃത്തം കൃത്യമായിട്ട് വരയ്ക്കണേ. ഞാനിപ്പോൾ കോമ്പസ് ഒന്നുമില്ല, നമുക്ക് കോമ്പസ് ഉണ്ടോന്നും വരയ്ക്കാനായിരുന്നു. അപ്പോൾ കോമ്പസ് വൃത്തം വരയ്ക്കുന്നു, കൃത്യമായിട്ട് വരയ്ക്കുന്നു. വൃത്തം വരച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോളുക. വൃത്തം വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളുക. ഈ പോയിന്റിലൂടെ കണക്ട് ചെയ്തു, ഈ പോയിന്റിലൂടെ കണക്ട് ചെയ്തു, ഈ പോയിന്റിലൂടെ കണക്ട് ചെയ്തു. 3 പോയിന്റിലൂടെ കൃത്യമായിട്ട് കണക്ട് ചെയ്തു പോയില്ലേ? 3 പോയിന്റിലൂടെ കണക്ട് ചെയ്തു. 4ാമത്തെ പോയിന്റ് ഇവിടെയല്ലേ വരുന്നത്? അപ്പോൾ എടാ ശ്രദ്ധിച്ചോ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ 7ന്റെ വിഡ്ത്തായിട്ട് വരിക. 7ന്റെ വിഡ്ത്തായിട്ട് വരിക, പുതിയ വീതിയായിട്ട് വരിക. അതാ. അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പി ആണ്, ഇവിടെ എ ആണ്, ഇവിടെ ബി ആണ്, ഇവിടെ സി ആണ്, ഇവിടെ ഡി ആണ്. നിങ്ങൾ പഠിച്ച സാധനം ഓർമ്മയുണ്ടോ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ആ ഐഡിയ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? പി സി. ഈ പി സി എന്ന് പറഞ്ഞ അളവ് കോമ്പസിൽ എടുത്തിട്ട് നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആർക്കിടുക. അതേ അളവ് നേരെ താഴെ കൊണ്ട് എന്ത് ചെയ്യുക? താഴെ ഒരു ആർക്കിടുക. എന്നിട്ട് ഇപ്പോൾ 2 ആർക്കായി. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ 7 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് ആടെ ഒരു ആർക്കിടുക. ഇത് ജോയിൻ ചെയ്താൽ എന്തായി? ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കിട്ടുന്നില്ലേ? ഈ റെക്റ്റാങ്കിൾ ആണ് നമ്മളോട് ചോദിച്ച റെക്റ്റാങ്കിൾ. ഓക്കെ, ഈ റെക്റ്റാങ്കിൾ ആണ് ആ റെക്റ്റാങ്കിൾ. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്തത് എടാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. നേരത്തെ നമ്മൾ റൂട്ട് 15 വെച്ചിട്ട് സാധനം ചെയ്തില്ല? റൂട്ട് 15 അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് അതിന്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെയാണ് ചോദ്യം വരിക. അതായത് ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ് 6 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ വശമുള്ള ഒരു ചതുരം വരയ്ക്കുക, തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം നിർമ്മിക്കുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം 6, 3ന്റെ ഒരു എന്ത് വരയ്ക്കുക? ചതുരം വരയ്ക്കുക. 6, 3ന്റെ ഒരു ചതുരം വരയ്ക്കുക. ചതുരം വരച്ചു കഴിഞ്ഞാൽ കൃത്യം സ്കെയിലൊക്കെ അളവെടുത്ത് വരയ്ക്കണേടാ. സാർ വരയ്ക്കുന്നുണ്ടല്ല, 6ഉം 3ഉം കൃത്യം അളവെടുത്ത് വരയ്ക്കുക കേട്ടോ. അളവെടുത്ത് വരയ്ക്കുക. എന്നിട്ട് നേരെ ചെയ്തതിനോട്ട് തന്നെ 3 സെന്റിമീറ്റർ നമ്മൾ ഇങ്ങോട്ട് കൂട്ടി വരയ്ക്കുക. 3 സെന്റിമീറ്റർ കൂട്ടി വരയ്ക്കുക. അപ്പോൾ ഇത് എത്രയായി? 6ഉം 3ഉം 9 അല്ലേ? 9ന്റെ പകുതി എത്രയാ നോക്കുക? 9ന്റെ പകുതി 4.5. അപ്പോൾ സ്കെയിൽ എടുത്ത് 4 അളഞ്ഞ് വരയ്ക്കുക. ഇങ്ങനെ ഒരു പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം എന്ത് വരയ്ക്കുക? സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ വരച്ച് ഇതിവിടെ ജോയിൻ ചെയ്താൽ എന്തായി? ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തല്ലോ. ജോയിൻ ചെയ്താൽ ഈ വശം ആണ് നമ്മുടെ ഒരു വശം. ഇതാണ് വശം, ഇതാണ് ഒരു വശം. എന്തിന്റെ? സ്ക്വയറിന്റെ, സമചതുരത്തിന്റെ ഒരു വശം. ഈ വശം എടുത്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ആർക്കിടുക. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ആർക്കിടുക, അത് ജോയിൻ ചെയ്യാം. നേരത്തെ ചെയ്തതിനോട് തന്നെ അളവ് കോമ്പസ് തന്നെ വെക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു ആർക്കിടുക, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്കിടുക. ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ എന്തായി? നമ്മുടെ സ്ക്വയറായി. സെയിം പരപ്പളവുള്ള സ്ക്വയറായി, അതേ പരപ്പളവുള്ള സ്ക്വയറായി. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ 6 ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. നമ്മൾ നേരത്തെ ഇതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞ 2 ക്വസ്റ്റ്യനിൽ ഒന്ന് സെയിം സാധനമാണ്. നമ്മൾ റൂട്ട് 15 പറഞ്ഞ സാധനമല്ലേ, അത് ഇതേ സാധനം. ഇവിടെ നിങ്ങളോട് വേണമെങ്കിൽ വേറെ കാര്യം ചോദിക്കാം. ഇത് 6 × 3 18 അല്ലേ? 6 × 3 18 ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും.
അതായത് ഈ സ്ക്വയറിന്റെ ഏരിയ, ഈ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് √18 ആയിരിക്കും. √18 സെന്റിമീറ്റർ ആയിരിക്കും. വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. അപ്പൊ മക്കളെ ഓർത്തിരുന്നോ, ഇത് ചോദിക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ 12 ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര വരയ്ക്കണം? 4x3 വരയ്ക്കണം. 12 ആണ് എത്ര വരയ്ക്കണം? 4x3 വരയ്ക്കണം. ഇവിടെ 18 ആണ് എന്ത് വന്നത്? 6x3 വന്നത്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് മക്കളെ എന്തുള്ളത്, നമ്മുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സാധനങ്ങൾ ഉള്ളത്. ഇത് മാത്രം പഠിച്ചു പോയാൽ മതി. എന്തായാലും എത്ര മാർക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ 7 ക്വസ്റ്റ്യൻ പഠിച്ചാൽ 12 മാർക്കടാ, ഉറപ്പാണ്. അത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചോളൂ. ഓക്കെ.